ഇന്നത്തെ ദിവസം പുലർന്നത് വലിയൊരു അപകട വാർത്തയുമായാണ്. തൃശൂർ നാട്ടികയിൽ തടിലോറി പാഞ്ഞുകയറി കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി വാഹനം കയറിയിറങ്ങിയത്. മദ്യലഹരിയിലുള്ള ക്ലീനറാണ് വാഹനമോടിച്ചതെന്ന് പിന്നീട് പോലീസ് സ്ഥിരീകരിച്ചു. പുലർച്ചെ 4-നാണ് നാടിന് നടുക്കിയ അപകടം. 1 വയസ്സുള്ള വിശ്വ, 4 വയസ്സുള്ള ജീവൻ എന്നീ കുട്ടികൾ ഉൾപ്പെടെ 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഞാൻ കണ്ണു നിറം നോക്കിയത് എൻ്റെ ഭാര്യൻ്റെ എൻ്റെ മോൻ്റെ അടുത്ത് എൻ്റെ വണ്ടി നിന്നത്. രണ്ടാമത് എന്നെ പേടിച്ചിട്ട് അയാൾ വണ്ടി റിവേഴ്സ് എടുത്ത് ബാക്കിൽ കിടന്ന എല്ലാത്തിനും വണ്ടി 2 പ്രാവശ്യം കയറ്റിയിട്ടാണ് മുമ്പിൽ കിടന്നവരെ വണ്ടി കയറ്റുന്നത്. എല്ലാവരും പോസ്റ്റ് ഔട്ട്. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന തടിലോറി മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനമോടിച്ചതെന്ന് പോലീസ്. ഡ്രൈവർ ജോസിനും ക്ലീനർ അലക്സിനുമെതിരെ മനഃപൂർവ്വമായ നരഹത്യ കുറ്റം ചുമത്തി കേസെടുത്തു. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി MP രാജേഷ്. വളരെ ദാരുണമായിട്ടുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ വണ്ടി ഓടിച്ച ആളുകൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ശവസംസ്കാരം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ചെയ്യും. അപകടത്തിന്റെ നിർണായ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ മുന്നോട്ട് പോകുന്നതും ഓടിച്ചുപോയ ലോറിയെ നാട്ടുകാർ പിന്തുടരുകയും ഡ്രൈവറെയും ക്ലീനറെയും റോഡിലിറക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത്. തൃശൂർ. തൃപ്രയാർ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം ഇപ്പോൾ ഗോവിന്ദാപുരത്തെ ശ്മശാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മരിച്ചവരുടെ ബന്ധുക്കളും കളക്ടറും ശ്മശാനത്തിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, വലിയ അപകടം, 5 പേർക്ക് ഒരുമിച്ച് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം. വിവരങ്ങൾ എന്താണ്? അവിടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? ശ്രീജിത്ത്, മുഴുവൻ പേരുടെയും മൃതദേഹം ഇപ്പോൾ ഈ ശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിവൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ മൃതദേഹങ്ങളൊക്കെ ഇവിടേക്ക് എത്തിച്ചപ്പോൾ വളരെ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ മന്ത്രി MP രാജേഷും ജില്ലാ പോലീസ് മേധാവിയും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറുമൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സംസ്കാര ചടങ്ങുകൾ ഉടൻ ആരംഭിക്കും. ഈ 17 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. ഇവിടെ നിന്ന് പോയിരുന്ന 17 പേരാണ് ഏറ്റവും ഒടുവിൽ തൃപ്രയാറിൽ ഉണ്ടായിരുന്നത്. ഈ അവർ കഴിഞ്ഞ കുറേ ദിവസമായി ആ സംഘം ഇവിടെ ഉണ്ടെങ്കിലും ഈ 17 പേർക്ക് മാത്രം 5 ദിവസത്തെ കൂടി തൊഴിൽ ലഭിച്ചതിനെ തുടർന്ന് അവർ അവിടെ തുടരുകയായിരുന്നു. 5 ദിവസത്തെ കൂടി പണി പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു ദുരന്തം അവരെ കാത്തിരുന്നത്. 4 മണിയോടുകൂടി ഈ അപകടം നടക്കുമ്പോൾ ഇവരെല്ലാവരും തന്നെ സുഖമായുള്ള ഉറക്കത്തിലായിരുന്നു. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിലുള്ളൊരു അപകടം തങ്ങളെ തേടി എത്തുമെന്നുള്ളത്. ഇവരെ ഇടിച്ച ഉടനെ തന്നെ ഒപ്പമുണ്ടായിരുന്ന ആളുകളൊക്കെ വാഹനം നിർത്താനും മറ്റും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് തയ്യാറാകാതെ ഈ ലോറി ഡ്രൈവറും ക്ലീനറും മുന്നോട്ട് വാഹനമെടുത്ത് പോവുകയായിരുന്നു. അങ്ങനെ ഈ 5 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. നാട്ടുകാർ ഒന്നടങ്കം ഇവർക്ക് വേദനയോടുകൂടി കണ്ണീരോടുകൂടി വിട നൽകുകയാണ്. ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പറയുന്നത് ഇവർ വളരെ കുറച്ച് ദിവസം മാത്രമേ ഗോവിന്ദാപുരത്ത് ഉണ്ടാകാറുള്ളൂ. സ്ഥിരമായി പറയുകയാണെങ്കിൽ അവർ കുറച്ച് ദിവസം നാട്ടിൽ തങ്ങും, പിന്നീട് ജോലിക്കായി വിവിധ ഇടങ്ങളിലേക്ക് പോകും. പിന്നീട് ഇത്തരത്തിൽ റോഡോരങ്ങളിലും അതോടൊപ്പം തന്നെ ഒഴിഞ്ഞ പ്രദേശങ്ങളിലുമൊക്കെ തന്നെയാണ് ഇവർ കഴിഞ്ഞിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്ഥിരമായി അവർ ഇത്തരത്തിലുള്ള ജോലിയാണ് ചെയ്തു പോന്നിരുന്നത്. അപ്പോൾ തന്നെ റോഡോരങ്ങളിലാണ് അധികവും താമസിച്ചു പോന്നിരുന്നത്. ഇന്നലെയാണെങ്കിൽ അവർ അല്പം ഒരു സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടാണ് സാധാരണ ഇടത്തു നിന്ന് മാറി താമസിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ വലിയ തിരക്കുണ്ടാകുമെന്ന് കരുതിയ പശ്ചാത്തലത്തിൽ അവർ അല്പം കൂടി സുരക്ഷിതമായൊരിടത്തേക്ക് എന്ന് കരുതി മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു ദുരന്തം ഉണ്ടാകുന്നത്. 3 വലിയ ആളുകളും 2 കുട്ടികളും അടക്കമാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. 5 പേരുടെയും മൃതദേഹം ഇപ്പോൾ ഈ മീൻകര ഡാമിനോട് ചേർന്നിട്ടുള്ള പൊതു ശ്മശാന ഭൂമിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വൈകാരികമായ നിമിഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇതിൽ പരിക്കേറ്റിട്ടുള്ള 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒരു പഴുതുമില്ലാത്ത അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുമെന്നും ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തതായും റവന്യൂ മന്ത്രി K. രാജൻ വ്യക്തമാക്കിയിരുന്നു. ഈ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ അപകടമുണ്ടാക്കിയ വണ്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും കർശന നടപടികൾ ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്.
ഈ ഡ്രൈവർ ലോറിയിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫോറൻസിക് സംഘം സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ തെളിവുകളും മറ്റും ശേഖരിച്ചിട്ടുമുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ 5 പേർക്ക് ഈ ഡ്രൈവറുടെയും ക്ലീനറുടെയും അശ്രദ്ധ മൂലം ജീവൻ നഷ്ടമായ സാഹചര്യത്തെ ശരി, വളരെ വേദനാജനകമായ കാഴ്ചയാണ്. ആ അപകടത്തിൽ ജീവൻ നഷ്ടമായ 5 പേരുടെ സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്. 17 പേരടങ്ങിയ സംഘം വഴിയോരത്ത് കിടന്നുറങ്ങുന്നവർക്കിടയിലേക്ക് തടി കയറ്റി വന്ന ലോറി അത് ഇടിച്ചു കയറുകയായിരുന്നു. ലൈസൻസ് ഇല്ലാത്ത ക്ലീനറാണ് ആ ലോറി ഓടിച്ചത് എന്നുള്ള കാര്യം തെളിഞ്ഞിട്ടുണ്ട്. കർശന നടപടി ഉണ്ടാകും എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വാഹനം പിടിച്ചെടുക്കും, രജിസ്ട്രേഷൻ റദ്ദാക്കും, ക്ലീനർക്കെതിരെ ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. അവർ ആശുപത്രിയിൽ തുടരുകയാണ്.